നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി MR സ്പോർട്സിൻ്റെ ISL ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്കെടുത്ത് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണെങ്കിൽ പോലും ഇന്നലത്തെ ISL മത്സരത്തിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. ഹൈദരാബാദ് FC വേഴ്സസ് ഒഡീഷ FC മത്സരമായിരുന്നു ഇന്നലെ ISLൽ നടന്നത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത 3 വമ്പൻ ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒഡീഷ FC. ഹൈദരാബാദ് FCയുടെ ഒരു വിജയം പോലും ഈ സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും 4 സമനിലകൾ മാത്രമാണ് 10 മത്സരങ്ങൾക്ക് ശേഷവും ഹൈദരാബാദ് FC നേടിയിരിക്കുന്നത്. എന്തായാലും ഒഡീഷ FCക്ക് വേണ്ടി ഇന്നലെ ഗോളുകൾ നേടിക്കൊടുത്തത് അവരുടെ വിദേശ താരമായ റോയ് കൃഷ്ണ 35-ാം മിനിറ്റിലും മൊർത്താദ ഫൗൾ എന്ന് പറയുന്ന വിദേശ താരം 40-ാം മിനിറ്റിലുമായിരുന്നു ഗോൾ നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ ഇഞ്ചുറി മിനിറ്റിൽ, അതായത് രണ്ടാം പകുതിയുടെ 95-ാം മിനിറ്റിൽ റോയ് കൃഷ്ണ മറ്റൊരു ഗോൾ നേടിക്കൊടുത്ത് 3-0 എന്ന നിലയിൽ മത്സരം വിജയിപ്പിക്കുക തന്നെയായിരുന്നു. ഹൈദരാബാദ് FCയുടെ ഏറ്റവും മോശം പ്രകടനം എന്ന് തന്നെ പറയണം. ബർത്തലോമിയോ ഓഗ്ബെസിനെ പോലെയുള്ള വമ്പൻ താരങ്ങൾ ഹൈദരാബാദ് FCക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മികച്ച വിജയവും മികച്ച പ്രകടനമെല്ലാം കാഴ്ചവെച്ച ടീമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ വമ്പൻ മോശപ്പെട്ട ടീം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. 12-ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC വേഴ്സസ് പഞ്ചാബ് FC മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ സൈനികയായ നിക്കോളാസ് ലൊഡേറിയനെ കുറിച്ച് തന്നെയാണ്. നിക്കോളാസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുകയാണെന്നുമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വമ്പൻ സൈനികം നടത്തും. എന്തായാലും ഇപ്പോൾ ഫൈനലി സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നും നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രഖ്യാപനം ഏതാനും മിനിറ്റുകൾക്കകമോ മണിക്കൂറുകൾക്കകമോ